യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. നിങ്ങൾ ഈ ദൂതുകൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകാം. ഈ വചനം നിങ്ങളോട് സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കാത്ത ഒരു വ്യക്തിയും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ശബ്ദം നിങ്ങളും കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും ഒരിക്കൽ കൂടി ഈ ദൂതുകളെ ശ്രദ്ധിക്കാം. യേശുവിനെ ഇട്ടിട്ട് പോയ, തള്ളിപ്പറഞ്ഞ, പിന്മാറിപ്പോയ, തൻ്റെ കൂടെയുള്ളവരെയെല്ലാം പിന്മാറ്റത്തിലേക്ക് നയിച്ച പത്രോസിന്റെ അടുക്കൽ അവന്റെ തണുപ്പ് മാറ്റാൻ ചൂടും, അവന്റെ വിശപ്പ് മാറ്റാൻ അപ്പവും കൊടുത്ത ശേഷം അവന്റെ കണ്ണിൽ നോക്കി യേശു ചോദിച്ച ചോദ്യം, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. യേശുവിന് വേറെ ഒന്നും അറിയണ്ട. നീ എന്തിനാണ് തള്ളിക്കളഞ്ഞത്? നീ എന്തിനാണ് എന്നെ ഇട്ടിട്ട് പോയെ? എങ്കിലും നീ അത് ചെയ്യാമോ? ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളുമില്ലാതെ യേശു അവനോട് ചോദിച്ചത്, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവിന് അന്നും ഇന്നും എന്നും നിന്നിൽ നിന്ന് അറിയാനുള്ള ഒരു ചോദ്യം, ഉത്തരം ഇതാണ്: നീ എന്നെ എല്ലാറ്റിനേക്കാളധികം സ്നേഹിക്കുന്നു. എന്തിനോടേലും ഒപ്പമായിട്ടല്ല, എല്ലാറ്റിനേക്കാൾ. ഇപ്പോൾ ഇന്നത്തെ ഈ ദൂതിൽ നിന്ന് ഒരു സന്ദേശമാണ് കർത്താവ് നിങ്ങളുടെ അകത്ത് തരാൻ ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിനേക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ യേശുവിന് വേണം. അത് കണ്ടെത്തുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എല്ലാറ്റിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഈ യേശു ആരാണ്? എല്ലാറ്റിനേക്കാൾ അധികം നമ്മളെ സ്നേഹിച്ചവരാണ് യേശു. പിതാവിനേക്കാൾ അധികം നമ്മളെ സ്നേഹിച്ചവൻ, സ്വർഗത്തെക്കാൾ അധികം നമ്മളെ സ്നേഹിച്ചവൻ, തന്റെ അധികാരത്തെക്കാൾ അധികം നമ്മെ സ്നേഹിച്ചവൻ, എന്തിന് തന്നെക്കാൾ അധികം എന്നെ സ്നേഹിച്ചവൻ. ആമേൻ. അങ്ങനെ സ്നേഹിച്ച ഒരുവന് അതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ വേണം. സ്നേഹത്തിന്റെ തുല്യതയിലാണ് ജയകരമായൊരു ജീവിതം നിൽക്കുന്നത്. നിങ്ങളെ ദൈവം അധികം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവനെ അല്പമാണോ സ്നേഹിക്കുന്നേ? അല്ല. അധികം സ്നേഹിച്ചവനെ അധികം സ്നേഹിക്കുവാൻ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിന് നന്ദി. എല്ലാറ്റിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. അത് ഇന്നലത്തെയും ഇന്നത്തെയും എന്നത്തെയുമുള്ള കർത്താവിന്റെ ഒരു ഇഷ്ടമാണ്. എല്ലാറ്റിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ യേശുവിനേക്കാൾ അധികം നിങ്ങൾ എന്തിനേലും സ്നേഹിച്ചാൽ യേശുവിന് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ: അതിനെ അങ്ങ് കൊന്നേരെ. ദൈവത്തിനും അബ്രഹാമിന്റെയും ഇടയിൽ ഇസഹാക്ക് കയറി വരുമ്പോൾ ദൈവം പറയുന്ന വാക്ക്: അവനെ അങ്ങ് യാഗമാക്കിയേരെ. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ അതിനെ കവരുന്ന എന്തെങ്കിലും ഉണ്ടോ?
യേശുവിനെ കാണാതെ വണ്ണം അവന്റെ മുഖത്തെ മറയ്ക്കുന്ന, യേശുവിനെ ഓർക്കാതെ വണ്ണം അവന്റെ മുഖത്തെ മറയ്ക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വളർന്നു നിൽപ്പുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ നീക്കണം. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും നിന്റെ മനസ്സിൽ ഒരാളെ ഉണ്ടാകാവൂ. നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുവനെ ഉണ്ടാകാവൂ. അവന്റെ പേർ യേശു. യേശു. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാറ്റിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കാം. ഇത് ആരോടാണ് പറയുന്നത്? പത്രോസിനാണ് പറയുന്നത്. എന്തിനാണ് പത്രോസിനോട് ഈ കാര്യം പറയുന്നത്? ഇതേ ചോദ്യം 3 വട്ടം പത്രോസിനോട് ചോദിക്കുന്നു. എന്തിനാ ഈ 3 വട്ടം ചോദിക്കുന്നത്? പല അർത്ഥമുണ്ട്. ഒന്ന്, 3 വട്ടം പിന്മാറിപ്പോയവനെ 3 വട്ടം സ്നേഹിച്ചടുപ്പിക്കുന്നു. പക്ഷെ എനിക്കതല്ല വിഷയം. ഇന്ന് പത്രോസ് ഈ നിലയിലായിരിക്കാൻ കാരണം, പിന്മാറാൻ കാരണം, ഇവൻ യേശുവിനേക്കാൾ അധികം ആരെയോ ഒരാളെ സ്നേഹിച്ചു. അതിന്റെ റിസൾട്ടാണ് ഈ പിന്മാറ്റം. അതിന്റെ അർത്ഥം എന്ത്? യേശുവിനേക്കാൾ അധികം നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അതിന്റെ റിസൾട്ട് പിന്മാറ്റമായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. യേശുവിനേക്കാൾ അധികം നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അതിന്റെ റിസൾട്ട് പിന്മാറ്റമായിരിക്കും. ആമേൻ. ഇന്ന് പത്രോസ് പിന്മാറാൻ കാരണം, തോൽക്കാൻ കാരണം, ഇവൻ യേശുവിനേക്കാൾ ഒരാളെ സ്നേഹിച്ചു. യേശുവിനേക്കാൾ അധികം പത്രോസ് സ്നേഹിച്ചത് ആരെ? പെട്ടെന്ന് ഈ ദൂത് നിർത്താം. ഇന്നത്തെ നമ്മുടെ ദൂത് ഇവയേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കാം. അപ്പോൾ പത്രോസ് യേശുവിനേക്കാൾ അധികം സ്നേഹിച്ചത് ആരെയാ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ചോദിക്കുന്നു, 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കണ്ട. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിനുശേഷം 21 മുതലുള്ള വാക്യങ്ങളിൽ നോക്കിയാൽ യേശു പറയുന്ന അന്നു മുതൽ താൻ പറയാൻ തുടങ്ങി, താൻ പലതും സഹിച്ച് മരിക്കപ്പെടും. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞു, യേശുവേ, നിനക്കങ്ങനെ സംഭവിക്കരുത്. ഇത് പറയാൻ കാരണം യേശുവിനോടുള്ള സ്നേഹമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. യേശു മരിച്ചാൽ പിന്നെ ഇവന് നിലനിൽപ്പില്ല. ഇവന് യേശുവിനേക്കാൾ അധികം അവനോടൊരു സ്നേഹമുണ്ട്. ഒന്നാമത്തെ ദൂത്, നിങ്ങൾ നിങ്ങളെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. ആമേൻ പറഞ്ഞില്ല. നിങ്ങളെക്കാൾ അധികം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം. അതെന്താ നിങ്ങൾ നിങ്ങളെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണ്ടേ? നിങ്ങളെക്കുറിച്ചുള്ള നല്ല പദ്ധതികൾ നിങ്ങളുടേതല്ല. നിങ്ങളെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ നിങ്ങളുടേതല്ല. എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരം, എൻ്റെ വഴികളല്ല നിന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ വലുതായൊരു വിചാരം എനിക്ക് നിന്നെക്കുറിച്ചുണ്ട്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടേതാണ് ഏറ്റവും വലിയ പദ്ധതി എന്ന്. നോ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് വലുത്. അതുകൊണ്ട് നിങ്ങളെക്കാൾ അധികം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുക. കൈകളെ ഉയർത്തി നാമേ പറയാം. നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ പദ്ധതിയാണ് വലുതെന്ന്. ശീമോൻ പത്രോസിന്റെ പടകിനെ നിറച്ച ശേഷം യേശു ശീമോനോട് പറയുന്നൊരു വാക്കുണ്ട്, കമോൺ, എന്നെ അനുഗമിക്കുക. വല നിറച്ച ശേഷം യേശു പറയുക, എന്നെ അനുഗമിക്കണം. എന്തോ ഒരു ഭാഗമാണ്. ശൂന്യമായിരുന്നപ്പം യേശു പുറകെ വരാൻ പറഞ്ഞില്ല. എല്ലാം നിറച്ചു കഴിഞ്ഞ് പറയുക, എന്റെ പുറകെ വരിക. നമ്മൾ പ്രാർത്ഥിച്ച് ഒരു വഴിയൊക്കെ തുറന്ന ശേഷം കർത്താവ് പറയുക, അതെല്ലാം ഇട്ടിട്ട് വരാൻ. കർത്താവ് പലപ്പോഴും അങ്ങനെയാ.
ഈ പത്രോസ് അന്ന് യേശുവിന്റെ പുറകെ പോയില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ? അവൻ ആ മീനെല്ലാം കൊണ്ട് വിറ്റ് കുറച്ച് പടകും കുറച്ച് വലയും വീണ്ടും വാങ്ങി പിന്നെയും മീൻ പിടിക്കും. അങ്ങനെ പിടിച്ച് താൻ വലിയൊരു ഫിഷ് മാർക്കറ്റിംഗ് അങ്ങ് തുടങ്ങും. ലാസ്റ്റ് എവിടെ എത്തും? ചാള, ചൂര, മത്തി, അയല ഒക്കെ വിറ്റ് പുള്ളിയുടെ ജീവിതം അങ്ങ് തീരും. അതിൽ കൂടുതൽ എന്താ അവന് ഭാവിയുള്ളേ? നിങ്ങൾ എത്ര നിങ്ങളുടെ പദ്ധതി നോക്കിയാലും ഒരു മത്തിയുടെ അത്ര വലിപ്പമുള്ളൂ. എന്നാൽ കമോൺ, യേശുവിന്റെ പുറകെ വരിക. കേട്ടില്ല? യേശുവിന്റെ പുറകെ വരിക. യേശുവിന്റെ പുറകെ വന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയാം. നീ യേശുവിന്റെ പുറകെ പോയാൽ നിനക്കൊരു വെളിപ്പാട് തരും. ആ വെളിപ്പാട് പറയുമ്പോൾ ദൈവരാജ്യത്തിന് താക്കോൽ തരും. നീ യേശുവിന്റെ പുറകെ പോയാൽ നിന്നെ തകർക്കാൻ ശത്രു അനുവാദം ചോദിക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നീ യേശുവിന്റെ പുറകെ പോയാൽ നിന്നെ മറുരൂപ മലയിൽ കയറ്റി മഹത്വം കാണിക്കും. നീ യേശുവിന്റെ പുറകെ പോയാൽ സ്തോത്രം, അവൻ അടി കൊള്ളുമ്പോഴും അതിന്റെ ഇടയിൽ നിന്നെ നോക്കും. നീ യേശുവിന്റെ പുറകെ പോയാൽ സ്തോത്രം, നിന്നെ തപ്പി അവൻ തിബിരിയാസിൽ എത്തും. നീ യേശുവിനെ പുറകെ പോയാൽ ഒരിക്കൽ അഗ്നിജ്വാലകൾ പോലെ പിളർക്കപ്പെട്ട നാവുകൾ നിന്റെ മേൽ പതിഞ്ഞിട്ട് നിന്നെ ഞാൻ ഒരു ശക്തമേറിയ ശുശ്രൂഷയ്ക്കായി ഒരുക്കും. നീ എന്റെ പുറകെ വരികയാണെങ്കിൽ നിന്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാക്കും. നീ എന്റെ പുറകെ വരികയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം അവർക്ക് പഠിക്കാൻ നിന്നിൽ നിന്ന് 2 ലേഖനത്തെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്റെ വിചാരങ്ങൾ ചെറുത്. കൈകളെ ഉയർത്തി യേശുവിന് ഒരു ആരാധന കൊടുക്കാം. ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പദ്ധതി അല്ല വലുത്. എത്ര പേർക്ക് യേശുവിന്റെ പാദത്തിലേക്ക് നിങ്ങളെ ഒന്ന് എറിഞ്ഞു കൊടുക്കാൻ പറ്റും? ഇവിടെയാണ് സമർപ്പണത്തിന്റെ ശക്തി. ഇവിടെയാണ് എന്റെ ഹിതമല്ല നിന്റെ ഹിതമെന്നുള്ള പ്രാർത്ഥന. ഇവിടെയാണ് എന്റെ ഇഷ്ടം നടക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന. സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റവും അധികം വേർത്ത് പ്രാർത്ഥിക്കേണ്ടത്, രക്തമൊഴുക്കി പ്രാർത്ഥിക്കേണ്ടത്, ആമേൻ, പുതുവഴി തുറക്കാനല്ല. നിങ്ങൾ ഏറ്റവും അധികം രക്തമൊഴുക്കി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം നടക്കാതിരിക്കാനാണ്. കേട്ടില്ല? നിങ്ങൾ ഏറ്റവും ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം നടക്കാതിരിക്കാനാണ്. യേശു ഏറ്റവും അധികം രക്തം വിയർത്ത് പ്രാർത്ഥിച്ചത് അത് ഗെത്സമനയിലായിരുന്നു. ആ പ്രാർത്ഥനയുടെ വിഷയം ഒന്നേ ഉള്ളൂ: എന്റെ ഇഷ്ടം നടക്കരുത്. ഒന്ന് ആമേൻ പറയാൻ പറ്റുമോ? ഇന്ന് എന്റെ ഇഷ്ടം നടന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണത്തില്ല. ഞാൻ ഇന്ന് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടത്തില്ല. എന്റെ ജീവിതം എനിക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു മായാ വലയത്തിൽ തീർന്നേനും. എന്നാൽ യേശുവിന് വേണ്ടി എന്റെ ജീവിതത്തെ എനിക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റിയപ്പോൾ ഞാനൊരു അനുഗ്രഹമായി മാറി. ഇത് എന്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ അഭിഷക്തരുടെയും ഓരോ വ്യക്തികളുടെയും ദൂതാണ്. യേശുവിന് വേണ്ടി കൊടുക്കുക. ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കും. നിനക്ക് പകരം ഞാൻ തരുന്നത് നിന്നെയല്ല, രാജ്യങ്ങളാണ്. നിനക്ക് പകരം ഞാൻ തരുന്നത് ഗോത്രങ്ങളെയാ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ ഒരു രാജ്യം വിടുവിക്കപ്പെടും. നിങ്ങളുടെ പിന്നിൽ ഒരു ഗോത്രം വിടുവിക്കപ്പെടും. നിങ്ങളുടെ പിന്നിൽ വംശങ്ങൾ വിടുവിക്കപ്പെടും. പ്രൈസ് ഗോഡ്. എത്ര പേർ കർത്താവിന് ആരാധന കൊടുക്കുന്നു? ഇന്നത്തെ ദൂത് തുടക്കത്തിൽ ഒന്ന്, നിങ്ങളെക്കാൾ അധികം യേശുവിനെ നിങ്ങൾ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലെ വിശുദ്ധന്മാർ അങ്ങനെ ആയിരുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമായിരുന്നു.